അധ്യായം 2. വേദിക ഇറങ്ങാൻ കാത്തിരുന്ന പോലെ ആയിരുന്നു മഹേഷിന്റെ ഭാവം. ഒട്ടും സമയം കളയാതെ അവൻ അലീനയെ പബ്ലിക്കായി പ്രപ്പോസ് ചെയ്തു. വീട് വിട്ടിറങ്ങിയ വേദികയെയും വെറുതെ വിട്ടില്ല. അവളെ പിന്തുടർന്ന് പരിഹസിക്കുവാനും മനസ്സിൽ മുറിവുണ്ടാക്കുവാനും മഹേഷും അലീനയും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വേദികയുടെ മനസ്സ് തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ. വേദിക മഹേഷിന്റെ വീട് വിട്ടിറങ്ങിയിട്ട് ഇന്ന് 1 മാസമായി. ഇന്നാണ് അവൾ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. സീനിയർ മാനേജർ പോസ്റ്റിലേക്കാണ് അവൾ കയറാൻ പോകുന്നത്. മഹേഷിന്റെ കമ്പനി പോലെയുള്ള ചെറിയ ഒരുപാട് കമ്പനികൾ വർമാസ് ഗ്രൂപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേദികയുടെ ആദ്യ ദിവസം തന്നെ ചെറിയ കമ്പനികൾക്കുള്ള ഒരു അഡ്വൈസറി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡ് റൂമിന്റെ വാതിൽ തുറന്ന് വേദിക ഉള്ളിലേക്ക് കടന്നു വന്നു. അവളുടെ തലയെടുപ്പും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വരവും കണ്ടപ്പോൾ മഹേഷ് ഒരു നിമിഷത്തേക്ക് ശ്വാസമെടുക്കാൻ മറന്നുപോയി. ഇത്ര നാളും തന്റെ നിഴലിൽ നടന്ന പെണ്ണ് ഒരു നിമിഷം കൊണ്ട് എങ്ങനെ ഇങ്ങനെയായി? അവൻ അത്ഭുതപ്പെട്ടു. എന്നാൽ അതേസമയം ആരെയും കൂസാതെ വേദിക അവളുടെ സീറ്റിൽ വന്നിരുന്നു. മഹേഷ് പതുക്കെ വേദികയുടെ അടുത്തെത്തി അവളോടായി മന്ത്രിച്ചു. വേദിക, നീ എന്നോട് ക്ഷമിക്കണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി തരണം. അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചാൻസ് നീ എന്നെ ചതിച്ച അതേ സെക്കൻഡിൽ തന്നെ അവസാനിച്ചു. പൊടുന്നനെ ബോർഡ് റൂമിന്റെ വാതിൽ ഒന്നുകൂടി തുറന്നു. ഗാംഭീര്യം തുളുമ്പുന്ന മുഖഭാവത്തോടുകൂടി 6 അടി ഉയരമുള്ള സുന്ദരനായ ഒരു യുവാവ് അകത്തേക്ക് വന്നു. വിവേക് വർമ്മ, വർമാസ് ഗ്രൂപ്പിന്റെ CEO. വിവേക് വന്നപാടെ എല്ലാവരും നിശബ്ദരായി. ഇൻട്രൊഡക്ഷൻ സ്പീച്ചിന് ശേഷം വിവേക് പുതിയ സീനിയർ മാനേജറിനെ വേദിയിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അടുത്തതായി വേദികയാണ് സംസാരിച്ചത്. അവളുടെ പുതിയ ആശയങ്ങളും അവതരണ രീതിയും വ്യത്യസ്തമായിരുന്നു. അവളുടെ കഴിവും ആത്മവിശ്വാസവും അവതരണ ശൈലിയും വിവേകിൽ മതിപ്പുളവാക്കി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. വിവേകിന്റെ ആരാധനയോടെയുള്ള നോട്ടം മഹേഷും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഹേഷിന്റെ ഉള്ളിൽ ജലസി നിറഞ്ഞു. അവൻ പല്ലുകളിറുമി, മുഷ്ടി ചുരുട്ടി, സ്വയം ദേഷ്യം കടിച്ചമർത്തി. മീറ്റിംഗ് കഴിഞ്ഞ് മഹേഷ് വേദികയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിനുള്ള അവസരം നൽകിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് ക്യാൻറ്റീനിൽ എന്തൊക്കെയോ ആലോചിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു വേദിക. ഹലോ, ഇവിടെയൊന്നും ഇല്ലേ? വിവേക് അവളുടെ അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നിട്ട് ചോദിച്ചു. ഹായ് വിവേക്, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച്. അവളൊന്ന് ചിരിച്ചു. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയാണെന്ന് തോന്നരുത്. അയ്യോ ഓക്കെ? താൻ എല്ലാവരിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നത് പോലെ തോന്നുന്നു, വിവേക് ചോദിച്ചു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുക. ഞാനിപ്പോഴും അതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ടില്ല. ഒരു ശ്വാസം എടുത്തുകൊണ്ട് വേദിക പറഞ്ഞു. അന്ന് വേദികയ്ക്ക് വർക്ക് ലോഡ് കൂടുതലായിരുന്നു. വർക്ക് ഒരുവിധം തീർന്നപ്പോഴേക്കും രാത്രി 9 മണി. നല്ല തലവേദന തോന്നിയ അവൾ കൈകൊണ്ട് നെറ്റിയുടെ ഇരുവശങ്ങളിലും പതുക്കെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്നേഹത്തോടെയുള്ള ഒരു ശകാരം അവൾ കേട്ടത്. ഇടയ്ക്കിത്തിരി ബ്രേക്ക് എടുത്തു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല കേട്ടോ. അവൾ തല നിമിർത്ത് നോക്കുമ്പോൾ മുന്നിൽ വിവേക്. അവന്റെ കയ്യിൽ ഒരു കോഫിയും ഹാംബർഗറും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് വേദികയുടെ മനസ്സിൽ ഒരു ചെറിയ നോവ് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവൾക്ക് ആരും ഒന്നും വാങ്ങിക്കൊടുക്കാറില്ലായിരുന്നു. എന്തിന് വേണോ എന്നുള്ള ഒരു ചോദ്യം തന്നെ അവൾ കേട്ടിട്ട് വർഷങ്ങളായി. എപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നത് വേദിക തന്നെയായിരുന്നു. പക്ഷേ അതിലവൾക്ക് പരാതിയൊന്നുമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മഹേഷിനോടുള്ള സ്നേഹത്തിനു മുന്നിൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടായി അവൾക്ക് തോന്നിയിരുന്നില്ല. എങ്കിലും എവിടെയോ എന്തൊക്കെയോ തിരിച്ചു കിട്ടണം എന്ന് അവളും ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അതാകും ഈ ചെറിയൊരു വിഷയം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചത്. വേദികയുടെ ലൈഫിൽ വെളിച്ചം പകരാൻ വിവേകിനാകുമോ? എന്താകും ഇവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്? മഹേഷ് ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തുടർന്ന് കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.